അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യുങ്കി പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴായിരിക്കും അവളുടെ അമ്മ ചോദിക്കുന്നത്, നീ വീട്ടിലേക്ക് വരുന്നില്ലേന്ന്. അപ്പോൾ അവൾ പറയും, എൻ്റെ പേരിൽ ക്യൂനൊന്നും ഇല്ലല്ലോ, സോ പിന്നെ ഞാൻ എന്തിനാ ക്യൂൻ ഫാമിലിയിലേക്ക് വരുന്നതെന്ന് ചോദിക്കും. എന്നിട്ടാണെങ്കിൽ അവൾ പോകും. അപ്പോൾ ആണെങ്കിൽ യുങ്കിയുടെ മെസ്സേജ് ഡ്യൂന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവൻ ആലോചിക്കും അവളെ സ്കൂളിൽ പോയി പിക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ആണെങ്കിൽ വേറെ കുട്ടികളൊക്കെ അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ടാവും. ഏതൊരു സ്റ്റുഡൻറ്റ് സ്കൂളിലത്തെ സൈബർ വരെ ഹാക്ക് ചെയ്തു, എന്നാലല്ലേ ഇതാക്കാൻ പറ്റുള്ളൂ. ജിങ്ജിയും ആയിരിക്കില്ല, അവന് അത്രയ്ക്കൊന്നും കമ്പ്യൂട്ടറിൽ അറിയില്ല അറിയാം. അപ്പോൾ നമ്മുടെ ഫാറ്റിയാണ് ചിന്തിക്കുന്നത്, ഇവളാണോ ഹാക്ക് ചെയ്തത്, ചിലപ്പോൾ ഇവളാവാൻ സാധ്യതയുണ്ടായിരുന്നു. അവളാണെങ്കിൽ അവർക്കെതിരെ വന്ന പോസ്റ്റൊക്കെ ഹാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ബാക്കിൽ നിന്ന് ഫാറ്റ് വന്നിട്ട് ഞാൻ നിന്നെ കൊണ്ടുവരട്ടെ ചോദിച്ചിട്ട് വരുന്നു. അപ്പോൾ തന്നെ അവൾ വേഗം അത് ഹൈഡ് ചെയ്തു. അപ്പോൾ ആണെങ്കിൽ ഡ്യൂ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവൾ പറയും, എൻ്റെ ബ്രദർ ഉണ്ട്, ഞാൻ അവൻ്റെ കൂടെ പോയിക്കോളാം പറയും. സോ എന്നിട്ട് അവൾ പറയും, എൻ്റെ ബ്രദറിനെ കാണാൻ ഭയങ്കര ഹാൻഡ്സമാണ് നോക്കി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഡ്യൂ യുങ് എന്ന് വിളിച്ചിട്ട് വരും. സോ അപ്പോൾ ഇവനാണെങ്കിൽ അവൻ്റെ ഭംഗിയിൽ ഇങ്ങനെ ഇമ്പ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും ഫാക്ടറി. സോ എന്നിട്ട് അവളെയും കൂട്ടിയിട്ട് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അവൾക്കൊരു ഫോൺ കോൾ വരും. അവളുടെ അച്ഛനായിരിക്കും, വേഗം വീട്ടിലേക്ക് ഗ്രാൻഡ് പാ വന്നിട്ടുണ്ട്, ഗ്രാൻഡ് പാക്ക് നിന്നെ കാണണം പറഞ്ഞിട്ട് വിളിക്കും. യുങ്ഷാണെങ്കിൽ അവരുടെ അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുക, ഗ്രാൻഡ് പാ എന്നെ ഓൾഡ് ഹൗസിലേക്ക് വരാൻ സമ്മതിക്കൂലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരമ്മ പറയും, ഗ്രാൻഡ് പാ ഭയങ്കരമായിട്ട് ബ്ലഡ് റിലേഷൻ നോക്കുന്ന ആളാണ്, എന്നാലും നമുക്ക് നോക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ അമ്മയാണെങ്കിൽ അവൾക്കൊരു പ്രസൻറ്റ് കൊടുക്കും, ഇത് ഗ്രാൻഡ് പാക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അവൾ ഇത് നല്ല എക്സ്പെൻസീവ് അല്ലേ ചോദിക്കും. അപ്പോൾ ഒരമ്മ പറയും, എക്സ്പെൻസീവ് ആണ്, ബട്ട് നിനക്ക് വേണ്ടി എനിക്ക് എക്സ്പെൻസ് എത്ര ആയാലും പ്രശ്നമില്ല പറയും. എന്നിട്ട് ഇപ്പോഴാണ് ഗ്രാൻഡ് പാ വരും. ഗ്രാൻഡ് പാ വന്ന ഉടനെ യുങ്കിനെയായിരിക്കും നോക്കുന്നത്. അപ്പോൾ അവരുടെ അമ്മ പറയും, യുങ്കി ഇതുവരെയായിട്ട് എത്തിയില്ല, യുജിയോയും യുങ്കിയും ഒരുമിച്ചാണ് സ്കൂളിൽ പോയത്, ബട്ട് അവൾ ഇതുവരെയായിട്ട് എത്തിയില്ല, യുജിയോ എത്തിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചൂടാവും. ഗ്രാൻഡ് പാ ചോദിക്കും, നിങ്ങൾ എന്ത് പാരൻസാണ്, നിങ്ങളെ മകളെവിടെ പോയി നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടാവും. എന്നിട്ട് ലാങ്ങിനോട് പറയും യുങ്കിനെ വിളിക്കാൻ. അപ്പം തന്നെ എന്താ യുങ്കി വരുന്നത്. അപ്പം ഗ്രാൻഡ് പാ ചോദിക്കും, നീ എന്താ ലേറ്റായെന്ന്. അപ്പോൾ യുങ്കി പറയും, എനിക്ക് നൈറ്റ് സെൽഫ് സ്റ്റഡി ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി പറയും. അപ്പോൾ യുങ്കിയുടെ അമ്മയാണ് പറയും, യുജിയൊക്കെ ഉണ്ടല്ലോ നൈറ്റ് സെൽഫ് സ്റ്റഡി ക്ലാസ്, ബട്ട് അവൾ ഉറങ്ങിപ്പോകണമെന്നില്ലല്ലോ, അവൾ കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടല്ലോ പറയും. അപ്പോൾ എന്താണ് കളിയാക്കി പറയും. അപ്പോൾ അവർക്ക് ഗ്രാൻഡ് പാക്ക് ചൂടായി. ഗ്രാൻഡ് പാ പറയും, എൻ്റെ ഡോക്ടറിന് ആരും കളിയാക്കണ്ട പറയും ഗ്രാൻഡ് ഡോക്ടറിന്. സോ എനിക്ക് പറയും, അവളുടെ ബ്രദേഴ്സായിട്ട് അവളെ കളിയാക്കി എല്ലാം ബാഡായിട്ട് ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവളുടെ കാല് തല്ലി ഓടിക്കുക പറയും. അപ്പം ലാങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഫീലായിട്ട് വന്നിട്ട് പറയും, ഞാൻ ഇവളെ നോക്കി പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നിങ്ങനെ പറയും. അപ്പോൾ അത് കാണുമ്പോഴാണെങ്കിൽ യുജി നല്ല ദേഷ്യം വരും. യുജി ആണെങ്കിൽ ഗ്രാൻഡ് പാക്ക് ഒരു പ്രസിഡന്റ് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഗ്രാൻഡ് പാ പറയും, യുജിക്ക് വിശക്കുന്നുണ്ടാവും, സോ ആദ്യം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ചെയ്യാൻ പറയാം. അപ്പോൾ അവൾ ഒരമ്മ പറയും, ഇതൊന്ന് നോക്കി ഗ്രാൻഡ് പാ പറഞ്ഞിട്ട് എന്തോ ഗോൾഡൻ കളറിലുള്ള ടീപ്പോട്ട് എന്തോ തോന്നുന്നു അത് കാണിക്കും. സോ ഗ്രാൻഡ് പാ ചോദിക്കുന്നത് നല്ല എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ അവൾ പറയും, എക്സ്പെൻസീവ് ആണ്, ബട്ട് ഗ്രാൻഡ് പാക്ക് ആയതുകൊണ്ട് എനിക്ക് ഞാൻ എക്സ്പെൻസീവ് നോക്കിയില്ല പറയും. എന്നിട്ട് ഒരമ്മ ചോദിക്കുക, ഇന്ന് ഗ്രാൻഡ് പായുടെ ബർത്ത്ഡേ എന്നറിയില്ലേ, യുങ്കി ഒന്നും റെഡിയാക്കിയില്ലേ ചോദിക്കും പ്രസൻ്റ് ഒന്നും. സോ അവളെന്ത് പറയാൻ വരുമ്പോഴായിരിക്കും നമ്മുടെ ഡൂ വരും. ഡൂ പറയും, ഗ്രാൻഡ് പാ ഇപ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വരും. മിസ്റ്റർ ഡൂ വന്നിട്ട് പറയും, എൻ്റെ പേര് ഹിയോസിറ്റു. സോ അപ്പോൾ ഗ്രാൻഡ് പാ ചോദിക്കും, ഹിയോ ഗ്രൂപ്പിൻ്റെ CEO അല്ലേ ചോദിക്കും. അപ്പോൾ ലാനാണെന്ന് പറയും, യുങ്കിനെ കിഡ്നാപ്പ് ചെയ്ത ആളാണെന്നിങ്ങനെ ചിന്തിക്കും. അവൻ പറയും, എന്നെ സിദ്ധു എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഇവൻ്റെ ഒറിജിനൽ പേര് സിദ്ധു എന്നായിരുന്നു. സോ അതുകൊണ്ടാണ് മിസ്റ്റർ ഡൂ എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഗ്രാൻഡ് പാ പറയും, ഇത് വലിയ ഒക്കേഷനൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫാമിലി ഡിന്നറാണ്, നിങ്ങളും ജോയിൻ ചെയ്താൽ പറയാം. അപ്പോൾ അവരുടെ അമ്മയാണ് ചോദിക്കുക, നിങ്ങൾ മാരീഡ് ആണോ ചോദിക്കുക. അപ്പോൾ അവർ പറയല്ല പറയാം. അപ്പോൾ ഗ്രാൻഡ് പാരൻ ചോദിക്കും, നീ എന്തിൻ്റെ പാക്കായൊക്കെ ചോദിക്കുന്നതെന്ന്. അപ്പോൾ അവരുടെ അമ്മ പറയും, നിങ്ങൾ കാണാൻ നല്ല യങ് ആയിട്ടുണ്ടല്ലോ, യുജിയോ ആയിട്ട് നല്ല കപ്പിളാവും പറയും. സോ അവൾ യുജിയോ എന്ന് വെച്ചിങ്ങനെ വരും. എന്നിട്ട് അപ്പോൾ അങ്ങ് യുജിയോടാണ് ഹാർട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ
എന്നിട്ട് മിസ്റ്റർ ടു ചോദിക്കും യുങ്ങിയുടെ വേറെ പേരാണോ ഇത് ജിയോ എന്ന് ചോദിക്കും. സോ അവളാണ് ഫസ്റ്റ് ചമ്മിപ്പോൾ. എന്നിട്ട് പറയാം അല്ലെങ്കിൽ ഞാൻ നിന്നെ യുങ്ങിനെ വിളിക്കുള്ളൂ പറയും. എന്നിട്ട് അപ്പം ഗ്രാൻഡ് ചോദിക്കും നിങ്ങൾക്ക് രണ്ടാക്കും ആദ്യം അറിയാമോ ചോദിക്കാം. അപ്പോൾ അവനിങ്ങനെ ക്ലോസ് ആയി വന്നിട്ട് അവൾ പറയും ഞങ്ങളുടെ ആക്സിഡൻ്റലി മീറ്റ് ചെയ്തത്. അപ്പോൾ ഗ്രാൻഡ് ഇങ്ങനെ ചമച്ചിട്ട് പറയും കുറേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ മിസ്റ്റർ ടു ചോദിക്കും. അപ്പോൾ അവൻ പറയും അതൊന്നും പ്രശ്നമല്ല എന്ന് പറയും. ജിങ്കിനോട് പറയും നീ സാധാരണ ഹാൻസം എന്നല്ലേ വിളിക്കല്, ഇപ്പം എന്താ വിളിക്കാതെ ചോദിക്കും. അപ്പോൾ അവളിങ്ങനെ ചമ്മിയിട്ട് ഹാൻസം എന്ന് വിളിക്കും. യുജി ആണെങ്കിൽ അപ്പോൾ എൻ്റെ ബാക്കിൽ വന്നിട്ട് പറയും എൻ്റെ പേര് യുജിയോ, നിങ്ങൾക്ക് എന്നെ ജിയജി എന്ന് വിളിക്കാമെന്ന് പറയും. അപ്പോൾ അവൻ വലിയ മൈൻഡ് ചെയ്യാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ സോ അപ്പോഴാണെങ്കിൽ അവളുടെ അമ്മയാണ് ഇങ്ങനെ ഓരോ യുജിയോ നല്ലതാണ് എന്നെ കുറേ ഓളക്കുറിച്ച് പുകഴ്ത്തി പറയും. അപ്പോൾ ഗ്രാൻഡ് ആണെന്ന് പറയും ഒന്ന് നിർത്തുക, ഇതെന്താ ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു പറയും വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ ഇരിക്കും. എന്നുവെച്ചാൽ യുങ്കി ചിന്തിക്കും അവൾ ഒറിജിനലായിട്ട് ഇങ്ങനെ ഭയങ്കര കൈൻഡായിട്ട് നോക്കിയത് ആകെ ഗ്രാൻഡ് മാത്രമായിരിക്കും. സോ ഗ്രാൻഡ് ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ട്യൂമർ കൊണ്ട് മരിച്ചു പോയിട്ടുണ്ടാവും. അവരുടെ അമ്മ ചോദിക്കും നീ ഗ്രാൻഡ്ക്ക് പ്രസൻ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ ചോദിക്കും. അപ്പോൾ യുങ്കി പറയും ഞാൻ കൊണ്ടുവന്നില്ല പറയും. സോ ഇപ്പോഴാണെങ്കിൽ യുജി ആണെങ്കിൽ നീ കൊണ്ടുവന്നില്ലേ ഇത്രയും വലുതായിട്ട് കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലാങ്ങിന് ദേഷ്യം വരും. ലാങ് പറയും അവളുടെ കയ്യിൽ പൈസ പോലും ഇല്ല, അവൾക്ക് നിങ്ങളെ അലവൻസ് ഒന്നും കൊടുക്കില്ലല്ലോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഗ്രാൻഡ് ചോദിക്കും അലവൻസ് കൊടുക്കില്ലേ ചോദിക്കും. നിങ്ങൾ എന്ത് ടൈപ്പ് പാരൻസാണെന്നൊക്കെ ചോദിച്ച് ചൂടാവും. അപ്പോൾ അവരുടെ അമ്മയാണ് വേഗം മാറും. പറയും ഞാൻ അവരുടെ അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു 4 പേർക്കും കറക്റ്റായി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, ബട്ട് അവരാ കൊടുക്കാതെ പറയും. അപ്പോൾ അവരുടെ അച്ഛനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വരും. സോ അവളുടെ കാര്യം ഒന്നും നോക്കണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രാൻഡ് ചൂടാവും. അപ്പോഴാണെങ്കിൽ അവളൊരു സ്കാർഫും കൊണ്ടുവരും. ഇത് ഞാൻ തുന്നിയത് ഗ്രാൻഡ് ഇതെടുത്തോളൂ പറഞ്ഞിട്ട് വരും. സോ ഗ്രാൻഡ്ക്കാണ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടവും. ഗ്രാൻഡ് പറയും വേറെ ഏത് ഗിഫ്റ്റിനേക്കാളും ബെറ്റർ ആയത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പം യുജിയെ ചിന്തിക്കുക എൻ്റെ 2 മില്യൻ്റെ ഗിഫ്റ്റിനേക്കാളും ഒരു 200 രൂപയുടെ ഗിഫ്റ്റാണോ നല്ലത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. സോ അപ്പോൾ ആണെങ്കിൽ മിസ്റ്റർ ഡ്യൂ ആണെങ്കിൽ ഒരു കോൺട്രാക്ട് കൊടുത്തിട്ട് പറയും ഇത് ഞാൻ യുങ്കിയുടെ ബിഹാഫിൽ കൊടുക്കുന്നതാണെന്ന് പറയും. പിന്നെ ആണെങ്കിൽ യുങ്കിയുടെ ഫോൺ ഒഴുങ്ങി. അപ്പോൾ അവൾ ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞിട്ട് പോവും. അപ്പം ഗ്രാൻഡ് പറയും എനിക്ക് ഇത്ര ഹ്യൂജ് ഗിഫ്റ്റ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ ഡ്യൂ പറയും. അപ്പം ഞാൻ യുങ്കിനെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഗിഫ്റ്റ്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് തരുന്നത് പറയും. അപ്പോൾ അവരെല്ലാം ചോദിക്കും യുങ്കി നിങ്ങളുടെ വീട്ടിലേന്നാന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഗ്രാൻഡ് കാരണം ദേഷ്യം വരും യുങ്കി ഈ വീട്ടിൽ പോലും അല്ലേ നിൽക്കുന്നത് ചോദിക്കും. സോ നിങ്ങൾ എന്ത് പാരൻസ് ആവും നോക്കത്ത് കൂടില്ലേ ചോദിക്കും. അപ്പോൾ പറയും സോറി ബട്ട് യുങ്കിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാനോ അവൾ രാത്രിയൊക്കെ അങ്ങനെ ഓടിപ്പോകുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് പറയും. സോ അവരുടെ അച്ഛനാണെങ്കിൽ യുങ്കിനെ കെയർ ചെയ്തത് താങ്ക് യു. അപ്പം അമ്മ പറയും പക്ഷേ യുങ്കി ഒരു ഗേളാണ്, സോ അവൾക്ക് നിങ്ങളുടെ പ്ലേസിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗ്രാൻഡ് പറയും എനിക്കതൊരു പ്രശ്നമൊന്നുമില്ല ബിക്കോസ് ഇവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇവരെ കാണുമ്പോൾ തന്നെ നല്ല ആളായിട്ടാണ് തോന്നുന്നത്, സോ എനിക്കതിന് പ്രശ്നമില്ല പറയും. ഗ്രാൻഡ് പറയും എനിക്ക് ഈ കോൺട്രാക്റ്റ് റിസീവ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇത് ഹ്യൂജ് എമൗണ്ടാണ് പറയും. സോ മിസ്റ്റർ ഡ്യൂ ചോദിക്കുക അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രോമിസ് തരുമോ യുങ്കിയുടെ ബിഹാഫിൽ യുങ്കിനെ ഇവിടുത്തെ 4 ഹയേഴ്സിൽ ഒരാളാക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പോഴാണെങ്കിൽ അവരുടെ അമ്മയും അച്ഛനും എന്തെന്നുള്ള രീതിയിൽ നിൽക്കും. ബിക്കോസ് അപ്പോഴാണെങ്കിൽ യുജിയോനെ പുറത്താക്കേണ്ടി വരും, യുജിയോൻ്റെ ഹയർ യുങ്കിക്ക് കൊടുക്കേണ്ടി വരും. സോ അതാണ് ചോദിച്ചത്. യുജിയോ ചോദിക്കും യുങ്കി നിങ്ങളോട് എന്താ പറഞ്ഞത്, ഞാൻ അവളുടേതൊക്കെ തട്ടിയെടുക്കാമെന്നാണോ പറഞ്ഞത് ചോദിക്കുക. അപ്പം മിസ്റ്റർ ഡ്യൂ പറയാം അത് തന്നെയല്ലേ നീ ചെയ്യുന്നത്, അപ്പോൾ അവളതൊക്കെ നീ സ്റ്റോൾ ചെയ്യല്ലേ ചോദിക്കും. അപ്പോൾ പിന്നെയാണ് യുങ്കിനെ കാണിക്കുന്നത്. അപ്പോൾ അവൾ എന്തോ ഗ്രാൻഡ് പാര മെഡിക്കൽ റിപ്പോർട്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്, എന്തോ ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ഫോണിൽ. എന്നിട്ട് അവൾ തിരിച്ച് വരുമ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര ഒരു ഹെവി അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിട്ടുണ്ടാവും എല്ലാവരും. സോ അവളിങ്ങനെ അവനെ നോക്കിയിട്ട് ഇവൻ എന്തോ ചെയ്തതെന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അവനാണെങ്കിൽ പറയും നിൻ്റെ ഗ്രാൻഡ് പാ സമ്മതിച്ച് എൻ്റെ വീട്ടിൽ നിനക്ക് നിൽക്കാമെന്ന് പറയും.
എന്നെ നോക്കുന്ന കുറച്ച് പാടായതുകൊണ്ട് ഞാൻ അവരെ നിന്ന് ഫീസ് ചോദിച്ചിട്ടുണ്ട് പറയും. അപ്പോൾ ഇവൻ എന്തെങ്കിലും സെഡ്യൂസ് ചെയ്യുന്ന പോലെ വരുന്നത് ചോദിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴാണെങ്കിൽ യൂജിയോനാണെങ്കിൽ ദേഷ്യം വരും. അവൾ എന്ന് പറയും ഇവൻ എന്തിനാ ഇങ്ങനെ യുങ്കിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കും. യുങ്കി പറയും ഒന്നും കൂടി നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി ഗ്രാൻഡ് പാ എന്ന് പറയും. യൂജിയോ ഡോക്ടർ ഫാങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്രാൻഡ് പക്ക് വേണ്ടി പറയും. ഇപ്പോൾ ഗ്രാൻഡ് പ ചോദിക്കും ഫാങ്ങിൻ്റെയോ അവർ ഭയങ്കര പാടില്ല അവരുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാമെന്ന്. അപ്പോൾ അവരുടെ അമ്മ പറയും യൂജിയോയുടെ പിയാനോ പെർഫോമൻസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സോ അതുകൊണ്ടാണ് സമ്മതിച്ച പറയും. സോ അപ്പോഴാണെങ്കിൽ യുങ്കി ചോദിക്കും ഗ്രാൻഡ് പായുടെ മെഡിക്കൽ റിപ്പോർട്ട്സിൻ്റെ കോപ്പി എനിക്കൊന്ന് തരുമോ ചോദിക്കും. അപ്പോൾ ഡാഡാന്ന് ചൂടായിട്ട് തന്നെ പറയും നീ എന്തിനാണ് അതിൻ്റെ ഇടയിൽ കയറുന്നത്, ഡോക്ടർ ഫാങ്ങിൻ്റെ അപ്പോയിൻമെൻറ്റ് റെഡി ആക്കിയിട്ടുണ്ടല്ലോ, സോ അത് നീ പോക്കാണോ ചോദിക്കും. അപ്പോൾ യുങ്കി പറയും ഡോക്ടർ ഫാങ്ക് എന്തായാലും അവരുടെ അസുഖം ക്യൂർ ചെയ്യുന്ന ഉറപ്പുണ്ടോ, ഇല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സിന് ട്രൈ ചെയ്യാൻ കൊടുത്തൂടെ പറയും. അപ്പോൾ അവരുടെ ഡാഡാന്ന് ചോദിക്കും നിൻ്റെ ഗ്രാൻഡ് പാനെ വെച്ച് നിനക്ക് ട്രൈ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗ്രാൻഡ് പാ മതി നിർത്തി പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആവും. എന്നിട്ട് മെഡിക്കൽ റിപ്പോർട്ട്സ് കൊണ്ടു കൊടുക്കും ഗ്രാൻഡ് പാവക്ക്. അപ്പം അവൾ പറയും ഞാൻ ഗ്രാൻഡ് പാക്ക് എന്തായാലും ഗ്രാൻഡ് പായുടെ അസുഖം മാറ്റാൻ വേണ്ടി നോക്കുമെന്ന് പറയും. യുങ്കി പറയും ഗ്രാൻഡ് പാ ഞങ്ങൾ പോവാൻ പറഞ്ഞിട്ട് അവൾ പോവും. സോ അപ്പോൾ ഗ്രാൻഡ് പാ ചോദിക്കും നിങ്ങൾ എന്ത് പാരൻസാണ്, നിങ്ങൾ പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ട് കൂടി ഇല്ലല്ലോ അവളെ നിങ്ങളുടെ മോളാണ്, പിന്നെ നിങ്ങൾ അത് എൻ്റെ അടുത്തൊന്നും മറച്ചു വെച്ച് എന്നൊക്കെ പറയും. നമ്മുടെ മോൾ തന്നെയല്ലേ, അവൾ വളരുന്ന നിങ്ങൾ കണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗ്രാൻഡ് പാ ചോദിക്കും ഒരു റിയൽ ഡോക്ടറിനേക്കാളും ഡോക്ടറാണ് നിങ്ങൾക്ക് വലുത് എന്നൊക്കെ ചോദിച്ചിട്ട് ഗ്രാൻഡ് പാ ചൂടായിട്ടാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് യൂജിയോനാണ് ആക്ട് ചെയ്തിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷാർക്കിട്ട് അവൾ അവിടെ വീഴും. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും. യുങ്കി അത് കാണാണ്ടിരിക്കാൻ വേണ്ടി യുങ്കീനെ കവർ ചെയ്ത് മിസ്റ്റർ ഡ്യൂ കവർ ചെയ്യും. എന്നിട്ട് അവൾ ചോദിക്കും എന്നെക്കാളും അട്രാക്റ്റീവാണ് അവർ എന്നൊക്കെ ചോദിക്കും. യുങ്കിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ഇത് കണ്ടിട്ട് യൂജി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നോക്കാതെ അവരുടെ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് പോവാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ രാത്രിയാകുമ്പോൾ യുങ്കിക്കാണെങ്കിൽ ഉറങ്ങാനേ പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ നൈറ്റ് മാച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ ഡ്യൂൻ്റെ റൂമിൽ വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവർ ചോദിക്കും നിനക്ക് റൂം ഷിഫ്റ്റ് ചെയ്യണോ ചോദിക്കും. അപ്പോൾ അവൾ പറയും. എന്നിട്ട് അവർ റൂം ഷിഫ്റ്റ് ചെയ്യും. സോ എന്നിട്ട് അവൻ്റെ റൂമിൽ അവൾ കിടക്കുമ്പോൾ അവൾ ഇങ്ങനെ വിചാരിക്കും ഈ റൂമിന് അവരുടെ പോലെ തന്നെ സേഫ്റ്റി തരുന്നുണ്ട്, ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ റൂം എനിക്ക് എന്ന് വിചാരിക്കും. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത എപ്പിസോഡ് വരെ ബൈ.